ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലപ്പോഴും പലരുടെയും ചിന്താഗതി എന്താന്ന് പറഞ്ഞാൽ രാഹുദശയില് കേതുദശയില് മുടിഞ്ഞ പ്രശ്നമായിരിക്കും, നശിച്ച് നാറാണക്കല്ല് പറിക്കുന്ന കൊള്ള ചിന്ത. എന്നാൽ പല ആളുകളുടെയും ജാതകം എടുത്ത് നോക്കിക്കോളൂ, രാഹുവിന്റെയും കേതുവിന്റെയും ദശയിലായിരിക്കും പലരും രക്ഷപ്പെട്ടിരിക്കുന്നത്, സാമ്പത്തികമായ ഉന്നതി ഉണ്ടായിരിക്കുന്നത്, വീട് വെച്ചിരിക്കുന്നത്, വാഹനം വാങ്ങിയിരിക്കുന്നത്, വിവാഹം നടത്തിയിരിക്കുന്നത്, കുട്ടികൾ ഉണ്ടായിരിക്കുന്നതൊക്കെ. അത് ദശ മാത്രമല്ല, അപഹാരങ്ങൾ വരുമ്പോഴും ഈ തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. അപ്പൊ പറയാറുണ്ട്, പൊരുളാധാരത്തിന്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും മെറ്റീരിയൽ വെൽബീയിങ്ങിനും രാഹു നല്ലതാണെന്നും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, റിസർച്ച് മുതലായ കാര്യങ്ങൾക്ക് കേതു നല്ലതാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, തമിഴ് അസ്ട്രോളജി പ്രകാരം കേട്ടോ. അപ്പോ ഈ തരത്തിൽ നോക്കുമ്പോൾ കോമൺ ആയിട്ട്, ഇനി ഏത് അസ്ട്രോളജിയിലായാലും കോമൺ ആയിട്ട് ആർക്ക് രാഹു കേതു ദേശം നല്ലതായിരിക്കും എന്നുള്ളൊരു ഒരു കണക്കുണ്ട്. അത് ആർക്ക്? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റൂള് തന്നെയാണ്, കേന്ദ്രാൽപരം പണപരം പരദഷ്ടബദ്ധം എന്ന് പറയുന്ന പ്രമാണം നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ 3, 6, 10, 11 ഈ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. 3, 6, 10, 11 ഇടങ്ങളില് രാഹു കേതുക്കൾ എന്ന് ദശ നടത്തി കഴിഞ്ഞാല് അതിന്റെ ആശ്രയനാഥൻ, ആ നിൽക്കുന്ന 3, 6, 10, 11ന്റെ അധിപൻ, ആ രാശിയുടെ അധിപൻ നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ട് ആ ദശ നല്ലതായിരിക്കും. ഫസ്റ്റ് റൂൾ എന്താ പറഞ്ഞാൽ 3, 6, 10, 11 സ്ഥാനങ്ങള്, 3, 6, 10, 11 സ്ഥാനങ്ങള് അവിടെ പോയി രാഹു കേതു ഇരുന്നിട്ട് ദശ നടത്തണം. 2, ആ അതിന്റെ അധിപൻ, 3ന്റെ അധിപൻ, 6ന്റെ അധിപൻ, 10ന്റെ അധിപൻ, 11ന്റെ അധിപൻ നല്ല സ്ഥാനത്തിരിക്കണം, മറവ് സ്ഥാനങ്ങളിലൊന്നും ഇരിക്കാതെ നല്ല സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ദശ നല്ലതായിരിക്കും. അത് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ റൂള് 3, 6, 10, 11ന്റെ അധിപനായിട്ട് ഈ രാഹു കേതുക്കള് കമ്പൈൻ ചെയ്ത് ദശ നടത്തുകയാണെങ്കിൽ 3, 6, 10, 11 രാഹു ഇരിക്കുന്ന മാതിരി തന്നെ 3, 6, 10, 11 അധിപന്മാരായിട്ട് രാഹു കമ്പൈൻ ചെയ്തിട്ട് ദശ നടത്തി കഴിഞ്ഞാലും ഈ ദശ നല്ലതായിട്ട് തന്നെ ഓടുന്നതായിരിക്കും. അപ്പോൾ ഈ ദശാപഹാരങ്ങൾ ആർക്ക് ഗുണമാണ് ദോഷമാണെന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കാനുള്ള 2 ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം രാഹുദശനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് പലപ്പോഴും രാഹു കേതു ദശകള് കുഴപ്പമാണെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ രാഹു കേതു ദശകള് ഇത്തരത്തിൽ ഇപ്പൊ പറഞ്ഞ 2 റൂളുകൾ ഒത്തു വന്നു കഴിഞ്ഞാൽ രാഹുദശയും കേതുദശയും നല്ലതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് രാഹു കേതു ദശകള് പോസിറ്റീവ് ആവാനുള്ള 1-2 കാരണങ്ങൾ കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.